വലിയ അവസരം ദൈവം നമുക്ക് നൽകി. God has given us a great opportunity to worship Him in truth and in spirit. നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും ദൈവമുമ്പാകെ അർപ്പണം ചെയ്യുവാൻ ദൈവം നമുക്ക് മതിയായവനാണ് എന്നുള്ള ബോധ്യത്തോടെ അവനെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. God has helped us to worship Him in truth and in spirit and to surrender our lives to Him today. ഇന്ന് നാം ദൈവവചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. While we are in the midst of the Lord, let us be expecting the Holy Spirit to move in our midst. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയേറിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം അസാധാരണമായ നിലയിലേക്ക് മാറുവാനിടയാകും. When the Holy Spirit deals with us and He moves in our midst, our life goes to an extraordinary level. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഒരു വ്യക്തിയിൽ നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ ഈ ഭൂമിയിൽ നടപ്പിലാകുന്നത്. When the Holy Spirit deals with a person, that's when the desire of the Lord happens in his life. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദ്യമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കാം. Today let us be in a prayerful mode and surrender to the Lord for the dealing of the Holy Spirit in our lives. നമ്മുടെ അധരം തുറന്ന് നമുക്ക് പറയുവാൻ കഴിയണം, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതകരമായ പ്രവൃത്തി അവിടുന്ന് ചെയ്യുമാറാകണമേ. Let us open our mouths and pray that the Lord do His mighty works in my heart and in my life today. നിശ്ചയമായും ആഗ്രഹിക്കുന്ന ദേഹിയെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയാകും. Truly the Lord who satisfies the people who hunger and thirst will do great things in our midst today. സക്കറിയ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് ഈ സമയത്ത് വായിക്കാം. Let us turn our attention to the book of Zechariah chapter 9 verse 10. ഞാൻ യെരൂശലേമിൽ നിന്ന് എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ല് ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും ആയിരിക്കും. I will cut off the chariot from Ephraim and the horse from Jerusalem. The battle bow shall be cut off. He shall speak peace to the nations. His dominion shall be from sea to sea and from the river to the ends of the earth. അതിൻ്റെ 12-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാമല്ലോ. Let us also read the 12th verse as well. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്നു തന്നെ പ്രസ്താവിക്കുന്നു. Return to the stronghold, you prisoners of hope. Even today I declare that I will restore double to you. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. You prisoners of hope, return to the stronghold. I will restore double to you. Return to the stronghold. Return to the stronghold. കോട്ടയിലേക്ക് മടങ്ങി വരിക. Return to the stronghold. ഇരട്ടിയായി പകരം നൽകുന്ന കോട്ടയിലേക്ക് മടങ്ങി വരിക. The stronghold which gives us double. ഈ വചനഭാഗം, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ് എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിനു ശേഷം മടങ്ങി വരുമ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മാനസിക അവസ്ഥ ഇതിനുള്ളിലുണ്ട്. If we go back to the historic setting, it is the time when the people of Israel are returning from the exile from Babylon and they are in a very disappointed moment. ജനങ്ങൾ വളരെ നിരുത്സാഹപ്പെട്ടവരും, അതുപോലെ അവരുടെ ദേവാലയം, അവർ ആരാധിക്കുന്ന ദേവാലയം പൂർണ്ണമായും തകർന്ന അവസ്ഥ, കൂടാതെ എൻറ്റയർ ജെറുസലേം വളരെ വീക്ക് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. The people are discouraged and the temple of Jerusalem where they worship has been destroyed. They are in a very weak and vulnerable state. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സക്കറിയ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. നിങ്ങൾ പ്രത്യാശയുള്ള കോട്ടയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക, ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും. It is that time when the Lord is speaking to them through prophet Zechariah, stating, return to the stronghold and I will restore double to you. നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ, നിങ്ങളുടെ ജീവിതം ഒരു വിജയത്തിൻ്റെ കഥയാക്കി മാറ്റുവാൻ
എനിക്ക് കഴിയും എന്ന് ദൈവം അവരോട് പറയുന്നു. God says, I will restore to you and make your dead life a living one, and only I can do that. ജീവിതത്തിന്റെ തകർന്ന ഉടഞ്ഞ അവസ്ഥകളിൽ ദൈവം തന്റെ ജനത്തോട് കാലാകാലങ്ങളിൽ ഇടപെടുന്നു. In the broken times of the people, the Lord deals with his people in periodic manner. ഇവിടെ ഇതിന്റെ ആദ്യ ഭാഗം 9 മുതൽ വായിച്ചപ്പോൾ വളരെ വ്യക്തമായി സമീപ ഭാവിയിൽ നടക്കേണ്ട പ്രൊഫസിയാണ് അവിടെ വെളിപ്പെടുന്നത്. If we read from the 9th verse, the Lord is prophesying the great things he is going to do for them. അവിടെ പ്രത്യേകം പറയുന്നു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. It says, rejoice greatly, O daughter of Zion. Shout, O daughter of Jerusalem, behold, your king is coming to you. മാത്രമല്ല അവൻ നീതിമാനാണ്, ജയശാലിയാണ്, താഴ്മയുള്ളവനാണ്. Not just that, he says he is just and having salvation, and he is humble. ശ്രദ്ധിച്ച് കേൾക്കണം, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം അവൻ ജയശാലിയായ ദൈവമാണ്, അവൻ നീതിമാനായ ദൈവമാണ്, അത് മാത്രമല്ല അവൻ താഴ്മയുള്ളവനാണ്. We should know that our God is a just God, he is a victorious God, and he is a humble Father. അത് നമുക്ക് ദൈവവചന ഭാഗത്ത് മത്തായി എഴുതിയ സുവിശേഷം 21:5 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ കർത്താവിൻ്റെ ട്രയംഫൽ എൻട്രി, യെരൂശലേമിലേക്കുള്ള വിജയപ്രവേശനത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. We can read this same passage in Matthew chapter 21, where we read about Jesus' triumphal entry into Jerusalem. 100 കണക്കിന് വർഷം മുൻപ് സഖറിയാവിലൂടെ പറഞ്ഞ പ്രവചനം ഇവിടെ വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിലൂടെ സംഭവിക്കുകയാണ്. The prophet Zechariah, who prophesied this hundreds of years ago, has been fulfilled in Matthew chapter 21. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. Our God is a faithful God. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. He is a God who never changes what he says. അവൻ വാക്ക് പറഞ്ഞാൽ അതേപടി നിവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. He is a God who does what exactly he says. ഇവിടെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. And God is doing mightily in this situation. നാം സേവിക്കുന്ന ദൈവത്തിന്റെ റിലവൻസി എന്താണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We will be able to understand the relevance of our God. തകർന്നിരിക്കുന്നതായ, നെടുവീർപ്പിട്ടിരിക്കുന്നതായ തന്റെ ജനത്തിന്റെ അവസ്ഥകളെ ഉദ്ധരിക്കുവാൻ ദൈവമിട്ടിരിക്കുന്ന പദ്ധതികള് അത് കാലങ്ങൾ കഴിഞ്ഞാലും സമയങ്ങൾ കഴിഞ്ഞാലും നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. Amen. The plans which God lays to lift up the broken people, even though the times can go, but it will still be fulfilled. ഏത് രീതിയിലുള്ള വീക്ക് സിറ്റുവേഷൻ വന്നാലും, തകർന്നടിഞ്ഞു പോകുന്നതായ ഒരു ഫീലിംഗിൽ നമ്മൾ എത്തിയാലും, അവസ്ഥയിലെത്തിയാലും അവിടെ നിന്ന് പണിതുയർത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം. Amen. No matter how weak and broken our situation is, but our Lord is faithful to build us up from there. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് സംബന്ധിച്ചൊരു വാക്യം പറയുന്നുണ്ട്. There is another verse in Matthew chapter 2 verse 5. അവർ അവനോട്, യഹൂദിലെ ബെത്ലഹേമിൽ തന്നെ, യഹൂദിയ ദേശത്തിലെ ബെത്ലഹേമി, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. They said to him in Bethlehem of Judea, for thus it is written by the prophet, but you, Bethlehem, in the land of Judah, are not the least among the rulers of Judah, for out of you shall come a ruler who will shepherd my people Israel. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാൻ ഉള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. For out of you shall come a ruler who will shepherd my people Israel. ഈ പ്രവചനം വളരെ കൃത്യമായി നിറവേറ്റപ്പെടുകയാണ്. This prophecy is clearly being fulfilled. കർത്താവിന്റെ വിജയപ്രവേശന ഭാഗം നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതേപടി സംഭവിക്കുകയാണ്. When we read about the triumphal entry of Jesus, exactly this prophecy is being fulfilled there. ദൈവം തന്റെ ജനത്തോട് വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ്. If God promises something to his people, he will definitely fulfill it. അവനെ കഴുതപ്പുറത്ത് കയറ്റി മുൻപോട്ട് നയിക്കുമ്പോൾ
ജനമെല്ലാം ഹോസന്ന ഹോസന്ന എന്ന് ആർത്തുപാടി സ്തുതിക്കുവാൻ തുടങ്ങി. When Jesus was riding that donkey and going forward, the people were shouting, Hosanna, Hosanna. ആ സമയത്ത് അവിടുത്തെ മത നേതാക്കന്മാർ പറഞ്ഞു, ഇവൻ ആരാണ് എന്ന് പറഞ്ഞ് ദേശം ഇളകി എന്നാണ് വചനത്തിൽ പറയുന്നത്. That time the religious leaders were furious and started asking, who is this person? എന്നാൽ പുരുഷാരമാണ് അതിന് മറുപടി പറഞ്ഞത്. But the people there answered them. കൃത്യമായി അവൻ പ്രവാചകനായ മനുഷ്യനാണ് എന്ന് ജനം ആൻസർ പറയുന്നു. The people are answering clearly that he is a prophet from Nazareth. അപ്പോൾ യേശു കർത്താവിലുള്ളതായ ദൈവത്വത്തെ ജനം തിരിച്ചറിയുന്നു. The people recognize the divinity in Jesus. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ വിസിബിൾ ആണ്, വളരെ ക്ലിയർ ആണ്, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതാണ്. Amen. Therefore, when God starts doing something, it is very clear and all questions are answered that time. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമൈതലേ, അവൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി എൻ്റെ ജീവിതത്തിൽ നിറവേറും എന്നുള്ളതായ പ്രാർത്ഥനയോടും ബോധ്യത്തോടും കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കട്ടെ. My dear friends, while we are in the midst of the Lord, let us praise and worship him, stating that the Lord, whatever he has done, told us, he will fulfill it in our lives. തകർന്ന നെടുവീർപ്പിലായിരിക്കുന്നതായ ജനത്തിനെ വിടുവിക്കുവാൻ വന്ന കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, വലിയവനായി അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും അത് ആൻസറായി മാറുകയാണ്. That Jesus came to save the broken and the discouraged, and that time all the questions were answered there. അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോൾ എല്ലാ ശത്രു ഉയർത്തിയ ചോദ്യങ്ങളുണ്ട്, ശത്രു നിന്നെ കരിനിഴലിൽ നിർത്തിയ സമയങ്ങളുണ്ട്, അതിനെല്ലാം ഉത്തരമായി, ഹല്ലേലൂയ, സ്തോത്രം, അത് മാറുന്നു. When the promises came to you, the devil started asking many questions, but the Lord came and answered them all. ഇന്ന് പകൽ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നും ദൈവജനം പറയണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ശത്രു ഉയർത്തുന്ന സകല ചോദ്യങ്ങൾക്കും അതൊരു മറുപടിയാകും. Let us earnestly say from our heart, when the devil raises questions, the Lord comes and works for me and answers them all. ഇന്നിവിടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനമേ, നിനക്ക് ചിലപ്പോൾ ഹൃദയത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ട് why me Lord? എന്തുകൊണ്ട് താമസിക്കുന്നു? ഉദ്ധാരണങ്ങളുടെ ദൈവമേ, നീ എവിടെയെന്ന് ചോദിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, അവൻ സമീപസ്ഥനായി നിന്റെ അടുക്കൽ ഉണ്ട് എന്ന് മാത്രമല്ല, അവൻ നിനക്ക് വേണ്ടി വലിയവ ചെയ്യും. Today you and me have questions in our heart. Where are you, Lord? Why is the delay? But let me tell you through the Spirit, the Lord is near us and is coming to work for us. അവൻ നിശ്ചയമായും വലിയവ ചെയ്യുന്ന ദൈവമാണ്. He will assuredly do great things for us. അവർ പറഞ്ഞു, ഇവൻ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു ആകുന്നു എന്ന്. The multitude said he is a prophet from Nazareth. പ്രിയമുള്ളവരെ, പല കാര്യങ്ങൾക്കും ദൈവ പൈതൽ ദൈവത്തെ ആത്മാർത്ഥതയോടെ സേവിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും ആൻസർ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകാം. Many times when you serve the Lord faithfully, there could be many questions which don't have answers. മറ്റുള്ള മനുഷ്യരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ളതായ ഭാരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. There could be situations where your head are bowed down before others because of burdens. എന്നാൽ തക്ക സമയത്ത് അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഇടയാകും. But he is a God who comes in the right time and delivers us. ഇവിടെ സക്കറിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറുകയാണ്. Here the prophecy in Zechariah is clearly being fulfilled. അതിന്റെ 11ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. In the 11th verse it says, as for you also, because of the blood of your covenant, I will set your prisoners free from the waterless pit. ഇവിടെ നോക്കണം, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ളതായ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ യേശു കാൽവറിയിൽ ചിന്തിയതായ രക്തത്തിലൂടെയുള്ളതായ ആ വിമോചനമായ പ്രക്രിയയാണ് സംഭവിക്കുന്നത്. We should understand the prophecy which was done hundreds years ago is now being fulfilled on the cross through the shedding of blood of Jesus. നോക്കണം, വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് ബദ്ധന്മാരെ വിടുവിക്കുന്ന ദൈവം, The Lord who sets the prisoners free from the waterless pit. അപ്പോൾ യേശു കർത്താവിന്റെ ആഗമനത്തിലൂടെ സംഭവിക്കുന്നത് ജീവിതത്തെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തി ദൈവാനുരൂപികളാക്കി
നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രക്രിയ. The coming of the Lord Jesus fulfills a great transformation in the life of the people and make them more Christ-like. വെള്ളമില്ലാത്ത കുഴിയിൽ വസിക്കുന്ന അവസ്ഥ, A situation of dwelling in a waterless pit. ബദ്ധന്മാർ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The term referred there is prisoners. ആത്മികമായി സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. It is a situation where you don't have freedom in your spiritual life. ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുമ്പോൾ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. Paul speaks in his epistles that when the Son sets you free, you are truly free. അപ്പോൾ ഇവിടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, come to the stronghold, കോട്ടയിലേക്ക് മടങ്ങി വരിക. Here in the prophecy it says, return and come to the stronghold. മടങ്ങി വന്നാലുള്ള പ്രതിഫലം എന്താണെന്ന് ഇരട്ടിയായി ഡബിൾ പോർഷൻ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. The reward when you come back to the stronghold is the double portion of blessings. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let the blessed name of our God be praised. ദൈവവചനത്തിൽ ഈ സ്ട്രോങ് ഹോൾഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ In the word of the Lord, when we see about this stronghold, വ്യക്തിപരമായ ജീവിതത്തിൽ ധാരാളം സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ട്. there are many strongholds in our personal lives. ആത്മികമായി ഉദ്ധരിക്കപ്പെടുവാൻ കഴിയാത്ത പ്രത്യേക തരത്തിലുള്ളതായ സ്ട്രോങ് ഹോൾഡുകൾ. There are strongholds which stop us from growing spiritually. ഈ സ്ട്രോങ് ഹോൾഡിൽ നിൽക്കുന്നിടത്തോളം ഒരു വ്യക്തി പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. Till the time the person stays in this stronghold, the person is not free completely. A personal stronghold in the life of a child of God. It's a personal stronghold in the life of a child of God. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് നടക്കുമ്പോൾ നിരവധി സന്ദർഭങ്ങളിൽ നിരവധി വിധത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. We know that the life of Jesus, when he walked with the disciples, he asked them many questions. ഒരു സന്ദർഭത്തിൽ കർത്താവ് അവരോട് ചോദിച്ചു, മനുഷ്യർ എന്നെ കുറിച്ച് ആരെ എന്നാണ് പറയുന്നത്. There was one instance when he asked the disciples, what do the people say who I am? അവർക്ക് മനസ്സിലായ രീതിയിലുള്ളതായ ഉത്തരങ്ങൾ പറയുവാനിടയായി. They answered him the way they knew and what they knew. ചിലർ പറഞ്ഞു അവരൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞു. They said, some say you are a prophet. എന്നാൽ കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? But the Lord asked them, who do you think I am? കൂടെയുള്ളതായ 11 പേരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞതായി കാണുന്നില്ല. Out of the 12, the 11 didn't say much about him. അതിനകത്തുനിന്ന് ഒരാൾ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. But one of them said, you are the Christ, the Son of the living God, and I know this. നോക്കണം, ഇത് ഒരു സ്മാർട്ട് ഐഡിയയുടെയോ അറിവിന്റെയോ അടിസ്ഥാനത്തിലല്ല പത്രോസിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഉയർന്നു വരുന്നത്. Peter is not acting smart, and it is not some idea which came to his mind. ഇവിടെ കർത്താവ് അവനോട് പറയുന്നു, പത്രോസേ, ഇത് മനുഷ്യ രക്തത്തിന്റെ ശക്തിയിലൂടെയല്ല നീ ഇത് പറഞ്ഞത്, പിന്നെയോ സ്വർഗസ്ഥനായ ദൈവമാണ് നിനക്ക് ഈ വെളിപ്പാട് നൽകിയിരിക്കുന്നത്. And Jesus tells Peter that the flesh and blood have not revealed it, but the heaven has revealed this to you. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. And the Lord tells him, I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. And the gates of hell cannot prevail over it. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ശരിയായ ഒരു ഉത്തരം കിട്ടിയത് പത്രോസിൽ നിന്നാണ്. Therefore the Lord desired an answer, and he got that from Peter. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളതായ റിവലേഷൻ പത്രോസിന് ദൈവം നൽകി. Peter had the revelation from God that Jesus Christ is the living Son of God. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഈ പാറയാണ്, ഞാൻ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. That's where Jesus tells him, you are the rock, and on this rock I will build my church. അപ്പോൾ ദൈവമൈതൽ ഓർക്കണം ആദ്യമായി, who is that church? ആരാണ് സഭ? That's where we need to understand who is that church. We are that church.
We are that church. നമ്മളാണ് ആ സഭ. We are that church. ആ സഭയായി നാം പടുത്തുയർത്തപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ പണികൾ നമ്മൾ നടക്കണമെങ്കിൽ, ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ റെവലേഷൻ, വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ്. If we as a church need to be built up, we need that revelation and the works of God to be manifested in our lives. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ശരിയായ രീതിയിൽ ഒരു വ്യക്തിയിൽ ആരംഭിക്കണമെങ്കിൽ അവൻ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച് നിൽക്കുന്നവനായിരിക്കണം. If the works of the Lord need to begin in our lives, then he needs to have a real revelation from the Lord. പ്രിയമുള്ളവരെ, ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ ജീവിത ശൈലിയെ പടുത്തുയർത്തുമ്പോഴാണ് ദൈവത്തിന്റെ പണി നമ്മിൽ ആരംഭിക്കുന്നത്. When we receive the revelation about God from God, we will change our lives, and that's when the works of the Lord begin in our life. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടു, our God is a rock of ages. Last days we heard that our God is a rock of ages. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, അവനെ പാറയോടെ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ യഥാർത്ഥമായ ഗുണങ്ങളോടുകൂടെ ശക്തിയോടുകൂടെ നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് വിവരിക്കുന്നത്. For a child of God who lives in the word of the Lord and the revelation of the Lord is compared to the rock, and the works of that rock are done in his life. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നേരിടുന്നതായ ആത്മിക ലോകം നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. Today in this advanced generation, the spiritual world is taking up lots of different challenges. ആ പ്രശ്നങ്ങളെ കുറിച്ച് നാം ബോധ്യമുള്ളവരല്ല എങ്കിൽ നമുക്ക് ആത്മികമായി മുന്നേറാൻ കഴിയുകയില്ല. If we are not aware about the problems and challenges of today, we cannot move forward in our spiritual life. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സെക്കുലാരിസം. Today, one of the biggest problems we face is secularism. അതുകൂടാതെ സയന്റിഫിക് വേൾഡ് വ്യൂ ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. The scientific worldview is also taking over. പല വിധത്തിലുള്ളതായ ഗുരുസ് എഴുന്നേറ്റ് അവരെ പഠിപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. There are many man-made gurus coming up and leading the people in their own way. പല വിധത്തിലുള്ള ഫിലോസഫിക്കൽ ഐഡിയാസുമായി അനേകർ എഴുന്നേൽക്കുന്നു. They are introducing many philosophical ideas among the people. അനേക കൾട്ട് ഉപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. There are many teachings of a cult type which is coming in the midst of the people. ഏതാണ് ശരി എന്നതിനെ കുറിച്ച് ബോധ്യമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ലോക ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. It is a situation where the world is very deceptive and the child of God is not able to discern what is right. ഈ സാഹചര്യത്തിൽ ദൈവത്തെ കുറിച്ചുള്ള പരമമായ അറിവ്, ദൈവികമായ സമർപ്പണത്തിലുള്ള മുന്നേറ്റം ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളതാണ്. In this situation we need that revelation from the Lord and that complete surrender to the Lord. These are the days of deception. These are the days of deception. യേശു കർത്താവും അപ്പോസ്തലന്മാരും വളരെ ശക്തമായും കൃത്യമായും വാൺ ചെയ്ത് അനേക ഭാഗങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. This is what Jesus and his apostles warned this, and we can read that in many passages in the word. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും സൈമൾട്ടേനിയസ് ആയി യേശു കർത്താവിന്റെ രക്ഷയുടെ സന്ദേശവും വിടുതലിന്റെ സന്ദേശവും ഇന്നും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. Even in such situation, the word of the Lord and the salvation gospel of the Lord is prevailing in our midst. ഈ സന്ദർഭത്തിൽ ഈ ഒരു പൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന മനുഷ്യന് തങ്ങളെ തന്നെ വിലയിരുത്തേണ്ട ഏറ്റവും അധികമായ ആവശ്യമുണ്ട്. In this polluted atmosphere and environment, a child of God has to introspect and reflect his life. നമ്മളെ തന്നെ സ്വയം വിലയിരുത്താനും പഠിക്കുവാനുമുള്ള വലിയ സമയങ്ങൾ നാം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. We need to devote time to introspect and self-introspect our lives. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാക്ടീസുകൾ നാം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. We need to introspect our practices and actions in our life. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നാം നന്നായി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. We need to discern the thoughts which are going through our mind. നമ്മുടെ സ്പിരിച്വാലിറ്റിയിലെ പ്രാക്ടീസസ് നാം വിലയിരുത്തി പഠിക്കേണ്ടതായിട്ടുണ്ട്. We need to learn and discern the practices in our spiritual life. അതൊക്കെയുള്ള അവസരങ്ങളാണ് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. These are the opportunities which the Lord is giving us. ഈ വിലയിരുത്തലുകളിലൂടെ സ്വയം സത്യങ്ങൾ, യഥാർത്ഥമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്
ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠമായ അനുഭവം. When we sit down and understand and introspect our lives, we get to know the real will of the Lord and we move forward. അതുകൊണ്ടാണ് പൗലോസ് വളരെ കൃത്യമായി റോമൻസ് 12 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ചവരെ ഓർമ്മിപ്പിക്കുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനും ജീവനുള്ള പുതുക്കം പ്രാപിച്ച മന്ദിരമായി, ആലയമായി, ആരാധനയായി മാറുവാൻ പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. That's why Paul is urging in Romans chapter 12, according to the mercies of the Lord, to renew your mind and not be conformed to the world, but to offer your bodies as a living sacrifices to the Lord. ദൈവപൈതലെ പെർഫെക്റ്റ് ആയിട്ട് ആരും ഈ ലോകത്തിലില്ല. We need to know there is no one perfect on this world. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. The psalmist says there is no one righteous, there is no one who is pure. അഭിഷക്തനായ ദാവീദ് പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ ഞാൻ ഇച്ഛിക്കുന്നത്. King David says, behold, I was born in sin and my mother conceived me in sin, but you desired truth in the inward parts. നോക്കണം, ഇതിന് പരിഹാരമായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത്. And for this reason God sent his son for us in this world. അവന്റെ ഇടപെടലുകൾ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്ന് എല്ലാം സ്കാൻ ചെയ്ത് എല്ലാം ശുദ്ധീകരിക്കുന്നതായ ഒരവസ്ഥ ഒരു ദൈവ പൈതലിന് അനിവാര്യമാണ്. A child of God should have a situation where Jesus comes and deals with him in every area of his life and sanctifies him completely. എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ പ്രോസസ് കർത്താവ് കാൽവറിയിൽ വെളിപ്പെടുത്തിയത്? Why did Lord Jesus do such a great big process on the cross? ഇത്ര വലിയ ത്യാഗപരമായ വഴികളെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? Why did Jesus have to select a sacrificial way like this? അത് പാസ്റ്റ് അനുഭവങ്ങളൂടെ ചേർത്ത് വെച്ച് നാം പഠിക്കേണ്ടതാണ്. We need to learn that with the past experiences. മനുഷ്യന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി യാഗങ്ങളുടെ സംവിധാനങ്ങളെ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നു. We can see the practice of sacrifices for the sins of man. എന്നാൽ ആ പ്രായശ്ചിത്തം ഓരോ സിന്നിനും റിപ്പീറ്റഡ് ആയിട്ട് ആ സിസ്റ്റത്തെ ദൈവം മാറ്റുകയാണ് യേശു കർത്താവിലൂടെ. But the Lord Jesus is changing that atonement for sins through his sacrifice. എന്നേക്കുമായിട്ടുള്ള ഒരു യാഗം, that is a sacrifice forever. ആ യാഗത്തിലൂടെ അതിൽ ആ വഴിയിലൂടെ കടന്നു പോകുന്ന ജനത്തിന് പൂർണ്ണമായ ഉദ്ധാരണം. And the people who follow that way will have a complete and eternal salvation. അതാണ് സക്കറിയാവ് പറഞ്ഞിരിക്കുന്ന നിയമരക്തം ഹേതുവായി ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം. That's why Zechariah says, because of the blood of your covenant you have been sanctified. അതൊരു കുറഞ്ഞ കാര്യമല്ല, ഒരു ഷെയിംഫുൾ കാര്യമായി നാം കാണരുത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ലെജിറ്റിമേറ്റ് പ്രൊവിഷൻ നാം പൂർണ്ണമായും ഉപയോഗിക്കണം. It is not a small or shameful thing, but the legitimate position which Jesus has given us, we should use it fully. നമ്മുടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ീമമ്പോൾ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമമ്പോൾ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അപ്പോൾ യഥാർത്ഥമായി ലീഗൽ പ്രൊവിഷൻ ദൈവം ഒരുക്കിയിരിക്കുകയാണ് ആ രക്തത്തിൽ കുളിക്കുക. God has provided us a legal provision where we need to sanctify us in that blood of Jesus. ആഗമനമായി കഴുകൽ പ്രാപിക്കുക. A complete sanctification, washing through that blood. ഇതിലൂടെ മനുഷ്യൻ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ വളരുവാൻ സാധ്യതയുണ്ടാവുകയാണ്. Through this, a child of God grows in the revelation of the Lord. യാക്കോബ് എഴുതിയ ലേഖനം 3:13 നമുക്ക് വരാം. Let us come to James chapter 3 verse 13.
അതിൻ്റെ 13 മുതൽ 17 വരെ മൈക്കുള്ളവർ ശ്രദ്ധയോടെ സ്ഫുടമായിട്ട് വായിച്ചാലും. If we can read from verses 13 to 17. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുന്നത് ഭോഷ്കും പറയരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമിക പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തിയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷാപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ചു നീതി എന്ന ഫലം കൊയ്യും. Who is wise and understanding among you? Let him show by good conduct that his works are done in the meekness of wisdom. But if you have a bitter envy and self-seeking in your hearts, do not boast and lie against the truth. This wisdom does not descend from above, but is earthly, sensual, demonic. For where envy and self-seeking exist, confusion and every evil thing are there. But the wisdom that is from above is first pure, then peaceable, gentle, willing to yield, full of mercy and good fruits, without partiality and without hypocrisy. നോക്കണം, വളരെ കൃത്യതയോടുകൂടെ ഒരു ദൈവ പൈതൽ എപ്രകാരമാണ് ദൈവത്തെ കാണേണ്ടതെന്ന് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. We need to see, it is shown here how clearly a child of God needs to see the Lord. 13-ാം വാക്യം സ്പെസിഫിക്കായി പറയുന്നു, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയും ആയവനാർ. Verse 13 specifically says, who is wise and understanding among you? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. Let him show by good conduct in his meekness of wisdom. അപ്പോൾ ദൈവം നൽകുന്ന ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് സൗമ്യത ഒരു പ്രധാന ലക്ഷണമാണ്. The symptom of wisdom received from God is one of them is meekness. നല്ല നടപ്പ്, ഗുഡ് കണ്ടക്ട്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. A result of it is also good conduct. അങ്ങനെയാണ് അവരുടെ പ്രവൃത്തികളെ അവർ പ്രൂവ് ചെയ്യേണ്ടത്, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. That is how they need to prove their works. ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവിൽ ഒരു ദൈവപൈതൽ വളരുമ്പോൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാനിടയാകും. When a child of God grows in the knowledge of the Lord, these things happen in his life. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ശുഭം വരും എന്ന് ബൈബിളിൽ പറയുന്നു. The word of the Lord says it will be good for the person who sets his steps in order. അപ്പോൾ ദൈവ പൈതലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ജീവിത ശ്രേഷ്ഠതകളിൽ ഒന്നാണ് നല്ല നടപ്പ് എന്നുള്ളത്. One of the best and the greatest attribute for a child of God is good conduct. ഈ നല്ല നടപ്പിനകത്ത് നമ്മുടെ ഓൾ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ബിഹേവിയറൽ സൈഡിലുള്ള കാര്യങ്ങൾ കവർ ആകുന്നു. In this good conduct, all the areas of our life about character and behavior is covered. ഏറ്റവും വലിയ പ്രത്യേകത അവരെപ്പോഴും ഹംബിൾ ആയിരിക്കും. ഹ്യൂമിലിറ്റി അവരുടെ കൈമുതലായിരിക്കും. And the most important thing is they will always be humble and humility will be always in their nature. ഈ സ്ട്രോങ് ഹോൾഡുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനെ വേട്ടയാടുന്ന സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് സെൽഫ് വില്ലാണ്, സ്വന്തമായ അവന്റെ താല്പര്യങ്ങൾ. When we study about strongholds, one of the greatest strongholds which put a man down is his self-will. Self-will is the chief source of stronghold. Self-will is the chief source of a stronghold. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ unsanctified self. If we get into more detail, it is an unsanctified self. ദൈവത്തിന്റെ ഹിതത്തിനായി ഈൽഡ് ചെയ്യാത്തതായ ജീവിതം. It is something which is not yielding to the will of the Lord. Those part of us not yet yielded to the Spirit or healed by grace. Those that do not yield to the Spirit or are healed by the grace. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്ത ജീവിതം. The person who is not yielded by the Holy Spirit. അവൻ നൽകിയ കൃപാ നദിയിലൂടെ ഒഴുകുന്ന ആ കൃപയിലൂടെ സൗഖ്യം പ്രാപിക്കാത്ത അനുഭവം. A person who is not healed from the river of grace, from the fountain of grace which flows from him. So unsubmitted
Self is a major problem. Therefore, unsubmitted self-will is a major problem. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് സബ്മിഷൻ ഇല്ലാതെ, സബ്മിസീവ് ആയിട്ടല്ലാതെ ജീവിക്കുന്ന ജീവിത ശൈലി. One of the greatest problems in spiritual life is a life without submission and rebellion in the presence of the Lord. അതാണ് ഇന്നത്തെ ആത്മിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. That is one of the greatest challenges the spiritual Christian community is dealing with അതാണ് today. സുവിശേഷത്തിന് ഏറ്റവും വ്യാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളി. It is a challenge which is standing against the gospel and the evangelization. മനുഷ്യൻ അവനിൽ തന്നെ ബലം കാണുകയാണ്. When man looks strength in himself, അവനിൽ തന്നെ ജ്ഞാനി എന്ന് തോന്നുകയാണ്. he thinks of himself to be smart and understanding. തന്റെ ഐഡിയയും എല്ലാം വളരെ ക്ലെവർ ആണെന്ന് ചിന്തിക്കുന്ന അനുഭവം. He thinks he is smart and very clever. എപ്പോൾ വരെ നാം ആ നിലയിൽ നിൽക്കുന്നു, നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവപ്രവൃത്തിയുടെ തലങ്ങൾ തുറന്നു വരികയില്ല. Till the time we are in that state, the real works of the Lord will not prevail in our lives. So ദൈവം നമ്മോട് പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സബ്മിസീവ് ആകുക. Therefore the Lord says we need to be submissive in the presence of the Lord. യാക്കോബ് എഴുതിയ ലേഖനം 4:17 ഇങ്ങനെ വായിക്കുന്നു. If we read James chapter 4 verse 7, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, therefore submit to God, പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, resist the devil, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. and he will flee from you. 8ാം വാക്യം പറയുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, 8th verse says draw near to God, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. and he will draw near to you. നാം ഓർക്കണം, സബ്മിറ്റ് ടു ഗോഡ്, Submit to God, then resist to the devil. and then resist the devil. അപ്പോൾ ആദ്യമായി വേണ്ടത് ദൈവത്തിന്റെ മുൻപിൽ കീഴടങ്ങുക എന്നുള്ളതാണ്. First we need is a submission to the Lord. യാക്കോബ് അപ്പോസ്തലൻ വളരെ പ്രാക്ടിക്കലായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലനാണ്. James is an apostle who spoke and worked in a very practical manner. ധാരാളം പ്രായോഗികമായ ആത്മിക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. He has taught many things which are practical and needed for the spiritual growth of the നാം church. ഓർക്കണം, ദൈവത്തിന്റെ മുൻപിൽ നാം കീഴടങ്ങണം. We need to understand, we need to submit before the Lord. അനേകം ആളുകളും സാത്താനോട്, ഇതൊരു സ്പിരിച്വൽ വാർഫെയറിന്റെ വിഷയമാണ്. It is a matter of spiritual warfare. അനേകം ആളുകളും സാത്താനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But still they are not ready to submit their life before God. Many people are fighting with the devil, but still they are not ready to submit before the Lord. ദൈവം പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ താല്പര്യമില്ല. They are not ready to listen to what the Lord is saying. പിശാചിന്റെ വെല്ലുവിളികളിൽ നിന്നുള്ള വിജയം ആവശ്യമാണ്. They want a victory from the challenges of the devil. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. It is not something which is possible. 8ാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നു, In 8th verse it clearly says, അവനോട് അടുത്ത് ചെല്ലുക, draw near to God, അവൻ നിങ്ങളോട് അടുത്ത് വരും. and he will draw near to us. പ്രിയമുള്ളവരെ, അവനോട് അടുത്ത് ചെല്ലുവാൻ നാം മനസ്സ് വയ്ക്കുമ്പോൾ അവൻ നമ്മളുടെ അടുക്കലേക്ക് വരുവാനിടയാണ്. My dear friends, if we desire and will to draw near to him, he will draw near to us. യാക്കോബ് 4:10 ഇങ്ങനെ പറയുന്നു, James chapter 4 verse 10 says, ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവീൻ, humble before the Lord, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. humble yourself in the sight of the Lord, and he will lift you up. ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തുവാൻ ഇടയായി തീരും. Humble yourselves in the sight of the Lord, and he will lift you up. ഇന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സന്ദർഭമാണ്. Today as we approach to pray in the presence of the Lord, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡുകൾ, നമ്മുടെ ജീവിതത്തെ തകർക്കാൻ നമ്മോട് കൂടിയിരിക്കുന്ന ചില സ്ട്രോങ് ഹോൾഡുകളാണ് നാം ധ്യാനിക്കുന്നത്. there are certain strongholds in our lives which wants to destroy us. നമ്മുടെ ജീവിതത്തെ വേട്ടയാടുന്ന സ്ട്രോങ് ഹോൾഡാണ് ചില പ്രത്യേക ആശയങ്ങളും ഐഡിയോളജിയും നമ്മുടെ മനസ്സിനകത്ത് വന്ന് കയറുക. A few strongholds which torment us is some of our ideology and ideas. പ്രത്യേക തരത്തിലുള്ള ചില സ്വഭാവങ്ങൾ, വചനത്തിന് വിരുദ്ധമായ സ്വഭാവ രീതികൾ ജീവിതത്തിൽ പകർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നടക്കുന്ന അനുഭവം. Certain habits and nature which is not according to the will of the Lord is being practiced in our lives. ജഡീകമായ സകലവിധമായ പ്രവൃത്തികളും, all the works of the flesh. നമ്മുടെ ജീവിതത്തിലെ കോപത്തിന്റെ സ്വഭാവം,
the nature of anger in our life, നമ്മുടെ ജീവിതത്തിലെ അസൂയയുടെ അനുഭവം, the nature of envy and jealousy in our lives, നമ്മുടെ ജീവിതത്തിലെ അഹന്തയുടെ അനുഭവം, the nature of pride in our lives, പകയുടെ അനുഭവം, the nature of revenge in our lives, പിണക്കത്തിന്റെ അനുഭവം, nature of different dissent in our lives, ബാക്ക്ബൈറ്റ് ചെയ്യുന്ന അനുഭവം, backbiting experiences, പാർഷ്യാലിറ്റി കാണിക്കുന്ന സ്വഭാവം, partiality behaviors. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന സ്ട്രോങ് ഹോൾഡാണ് മനുഷ്യനിൽ. These are strongholds which take ഇവയെ place in the life. കണ്ടെത്തി വചനപ്രകാരം പുറത്തു കളയുവാൻ നാം തയ്യാറാകണം. We need to find them and throw them out of our lives through the word of the Lord. അനേകരുടെ ഇന്നത്തെ വേൾഡിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്യുവൽ ഫേസ്. Today's world has a very common thing called dual face. പബ്ലിക്കിന്റെ മുൻപിൽ ഒരു ഫേസ്, അകത്ത് മറ്റൊരു ഫേസ്. They have a face in the midst of the public people and then have a face secretly. വീട്ടിലൊരു ഫേസ്, വർക്ക് പ്ലേസിൽ മറ്റൊരു ഫേസ്. They have a face at home and a different face in their workplace. മാതാപിതാക്കളുടെ മുൻപിൽ ഒരു ഫേസ്, മക്കളുടെ മുൻപിൽ മറ്റൊരു ഫേസ്. They have a face in the front of parents and a different face in the front of their children. ഈ ഡ്യുവൽ ഫേസ് വലിയ അപകടകാരിയാണ്. This dual face is very dangerous. ഒരു ദൈവ പൈതൽ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ, അവന്റെ അകമയും പുറമേയുള്ള ഇടപാടും രഹസ്യ ജീവിതത്തിലെ ഇടപാടുകളും പ്രൈവറ്റ് ലൈഫിലെ ഇടപാടുകളും സംസാരങ്ങളും എല്ലാം ദൈവത്താൽ, സ്പിരിറ്റിനാൽ, ആത്മശക്തിയാൽ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെട്ടതായിരിക്കും. When a child of God receives that complete sanctification from the blood of Jesus, his secret life and his secret actions, everything is scrutinized by the Holy Spirit. ഇന്ന് നമ്മളെ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മളെ വലിയ കുറ്റാരോപങ്ങൾ നമ്മുടെ മേൽ ചുമത്തി നമ്മളെ അവശനാക്കുവാൻ വേണ്ടിയല്ല ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സഭയിൽ നമ്മോട് ഇടപെടുന്നത്. As we listen to the word of the Lord, the Spirit is not willing to accuse us of our wrongs today. വാസ്തവമായി നമ്മുടെ ജീവിതത്തെ വേട്ടയാടുന്ന, കാർന്നു പിടിച്ചിരിക്കുന്ന തെറ്റായ സ്വഭാവങ്ങളോട്, ഹാബിറ്റിനോട് നാം വിട പറയേണ്ടത് അനിവാര്യമായിരിക്കുന്നു. But it is for saying goodbye to the wrong habits and natures which is not according to the will of the Lord. നമ്മൾ സഭയിൽ ഒരു പാസ്റ്ററോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പുറത്തോട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. It is, for example, how we behave with the pastor in the church and how we behave with him outside. സ്വന്തം പേരൻസിന്റെ മുൻപിൽ എങ്ങനെയെന്ന് സംസാരിക്കുന്നു, വെളിയിലോട്ട് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ചെല്ലുമ്പോഴുള്ള സംസാരം എങ്ങനെയായിരിക്കും? How we speak in the midst of our parents and how we behave in the midst of our friends. ഇതൊന്നുമല്ലാത്ത നമ്മുടെ ഔട്ടർ സർക്കിളിൽ നമുക്കുണ്ടാകുന്ന ബന്ധങ്ങളിലുള്ള നമ്മുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കും? Then out of this there is another phase in the outer circle, how our relationships are there. ഈ ഡ്യുവൽ ഫേസിനെ ദൈവം ഹേറ്റ് ചെയ്യുന്നു. This dual phase the Lord hates. നമ്മളെപ്പോഴും അകവും പുറവും ഒരുപോലെ ക്ലീനപ്പ് ആയിരിക്കാൻ ദൈവമുമ്പാകെ നാം മനസ്സ് വയ്ക്കണം. We should always desire to have one face inside and outside and a clean face before him. ജീവിതത്തിൽ സ്വഭാവം പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹാബിറ്റ്, അനേക നാളുകളായി പഴകി പിടിച്ചിരിക്കുന്ന തെറ്റായ സ്വഭാവങ്ങൾ. There are habits which have stuck to our lives from years and it needs to be taken off. ചില കാര്യങ്ങളോടുള്ള തെറ്റായ ആറ്റിറ്റ്യൂഡ്, തെറ്റായ മനോഭാവങ്ങൾ. There are some wrong attitudes towards certain things in our lives. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ സ്ട്രോങ് ഹോൾഡുകളാണ്. These are certain strongholds in our lives. ഈ സ്ട്രോങ് ഹോൾഡ്സിനെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സ്ട്രോങ് ഹോൾഡാണ്, നമ്മളെ ടാർണിഷ് ചെയ്യാൻ, സ്പോയിൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ട്രോങ് ഹോൾഡിനെ കുറിച്ചാണ് ഇന്ന് നാം വാക്യം വായിച്ച് തുടങ്ങി ഈ ശുശ്രൂഷ ആരംഭിച്ചത്. These are all duplicate strongholds which want to tarnish us and put us down, but today we read about the real stronghold as we read today. നമ്മളെ പിടിച്ചിരിക്കുന്നതായ ഈ സ്ട്രോങ് ഹോൾഡുകളെല്ലാം യഥാർത്ഥമായ ദൈവിക ദർശനത്തിൽ പത്രോസ് പ്രാപിച്ചതുപോലുള്ള ഒരു ദർശനത്തിൽ നിന്ന് ദൈവത്തെ സേവിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഒരു മേജർ സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്. These strongholds are the ones which are stopping us from getting a revelation like Peter did from the Lord. നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത വിധത്തിൽ There are things which we cannot forgive. നമ്മോട് തെറ്റായി പ്രവർത്തിച്ചവർ, നമ്മെ ഹർട്ട് ചെയ്തവർ, പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ് ക്ഷമിക്കാൻ. പക്ഷേ ദൈവവചനം പറയുന്നു നാം ക്ഷമിച്ചേ മതിയാകൂ. There could be situations where it is practically difficult to forgive people who hurt us, but the word of the Lord says we need to forgive them. ഇതിനോടെല്ലാം വിട പറയാനുള്ള ഒരു മനസ്സ് ദൈവപൈതൽ ഇന്ന് വയ്ക്കണം. We need to be away and say goodbye to these things. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ
ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു മേഖലയും ഇനി ഉണ്ടാകത്തില്ലെന്നുള്ള ഒരു തീരുമാനം ഈ ശുശ്രൂഷയിൽ എടുത്താൽ ഒരു കാര്യം പറയാം, നിങ്ങളൊരു വളരെ ടെൻസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വചനം കേട്ടത്. നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട. പരിശുദ്ധാത്മാവ് ശക്തമായി തന്ന ആലോചനയാണ്. ദൈവം നൽകിയിരിക്കുന്ന ലീഗൽ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനോടൊക്കെ വിട പറയാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ദൈവ പൈതലേ, നിന്റെ ഭാവി പോകുന്നത് നീ പിടിച്ചാൽ കിട്ടുന്ന വിധത്തിലല്ല. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ അതുപോലെ നിറവേറുന്ന ഒരു ലെവലിലേക്ക് അവൻ നിന്നെ കൊണ്ടുപോകും. Today, if we sit here with a prayer to throw these things out of our lives, the Spirit of the Lord is saying your future is not something you can imagine or think, but the Lord will do great things in your lives. യോവേൽ പ്രവചനം 3:16 പറയുന്നു, യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്കൊരു ദുർഗവുമായിരിക്കും. In Joel chapter 3 verse 16 it says, the Lord will be a stronghold to this people and a shelter for the children of Israel. അവിടെ ശക്തി ദുർഗമായിട്ടാണ് സ്ട്രോങ് ഹോൾഡിനെ ഉപയോഗിക്കുന്നത്. It is saying the strength of the Lord is a stronghold for his people. അപ്പോൾ ഓർക്കണം, ദൈവ പൈതലിനെ ആശ്രയിക്കുവാനുള്ള ശക്തി ദുർഗം, സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമായ യഹോവയാണ്. Therefore, for the child of God needs to trust in the Lord as a strength of his stronghold. യെശയ്യാവ് 40:2 ഇങ്ങനെ പറയുന്നു, Isaiah chapter 40 verse 2 says, യഹോവ യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. the Lord speaks to Jerusalem with honor. അവളുടെ യുദ്ധസേവ കഴിഞ്ഞു, All her wars are finished. അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും All her sins have been forgiven. അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു. She has received double for all her sins from the Lord. ഇസ്രായേൽ ഒരു വലിയ യുദ്ധസേവയിലൂടെയാണ് കടന്നുപോയത്. Israel went through a time of lot of wars. ആ യുദ്ധസേവയുടെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ അകൃത്യവും അവരുടെ പാപവുമായിരുന്നു. The warfare was a reason because of their iniquities and sins. എന്നാൽ കരുണാമയനായ ദൈവം അതിന്റെ മധ്യത്തിൽ ഇറങ്ങി ഇടപെടുകയാണ്. But the merciful God is coming down and working there. കൺഫെഷന് വേണ്ടി അവർ തയ്യാറായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരികയാണ്. When the people got ready for time of confession, the Lord comes down for them. ഇന്ന് പകൽക്കാലം ഒരു വലിയ സർജിക്കൽ പ്രൊസീജിയർ ഇവിടെ നടക്കുകയാണ്. Today there is a big surgical procedure happening in our midst. ആർക്കും ഇതിൽ ഭാഗമാകാം. Anyone can be part of it. ഈ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നത് ഉന്നതനായ ദൈവമാണ്. The procedure is being conducted by our great and mighty God. എല്ലാവർക്കും അതിന് ഓപ്ഷൻ തുറന്നു കൊടുത്തിരിക്കുകയാണ്. The option is for everyone and open for all. ഈ ഹാളിൽ ഇരിക്കുന്ന, ഓൺലൈനിൽ സംബന്ധിക്കുന്ന, ഇനിയും കേൾക്കാനുള്ളവർ, അവർക്ക് ദൈവം ഒരു പ്രൊവിഷൻ, അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. Today everyone sitting in the hall and hearing, listening online, option is open for everyone. പ്രാർത്ഥിച്ചിട്ടും വഴി തെളിയാതെ മുന്നേറ്റം ഉണ്ടാകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നിൽക്കുന്ന, യുദ്ധത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ദൈവ പൈതലേ, മടങ്ങി വരിക കോട്ടയിലേക്ക്. Prayer and prayer, time and time again, there is no answer. You are sitting in a state of warfare. The Lord says, come back to the stronghold. ദൈവം നിനക്ക് ഇരട്ടിയായി പകരം നൽകാൻ താല്പര്യപ്പെടുന്നു. The Lord is ready to restore you double. ഇരട്ടിയായി പകരം നൽകും. The Lord is going to restore you double. നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ അവൻ നിറവേറ്റും. The Lord is going to fulfill the promises on your life. കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു അടച്ച വഴികളെ അവൻ തുറക്കും. The devil who has shut the doors, the Lord is going to open it today. Humble ourselves. Humble yourselves, says the നമ്മെ Lord. തന്നെ താഴ്ത്തുക. Let us humble ourselves. ദൈവമേ, എനിക്കൊരു ശുദ്ധമായ ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. Let us pray for a pure heart from the Lord. യെഹെസ്കേൽ പ്രവചനത്തിൽ പ്രാർത്ഥിച്ചതുപോലെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായുള്ള ഹൃദയം. As it was prayed in Ezekiel, to remove a heart of stone and give me a heart of flesh. ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ പൂർണ്ണമായ വല്ലഭത്വത്തോടെ ഇവിടെ വ്യാപരിച്ചു നിൽക്കുകയാണ്. Today the Spirit of the Lord is manifesting in our midst in its fullness. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let us come to a decision where we do not want anything which is not according to the will of the Lord. നമുക്കൊരു ഡ്യുവൽ ഫേസ് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാം. Let us come to a decision where we do not want a dual face. നമ്മുടെ ഐഡന്റിറ്റി ദൈവ പൈതലാണെന്നുള്ള ഐഡന്റിറ്റിയായി നമുക്ക് നിലനിർത്താം. Let us guard our identity as a child of God.
ദൈവഹിതത്തിന് ചേരാത്തതിനോടെല്ലാം വിട പറയാം. Let us throw away everything which is not as per the will of God from our lives. ദൈവവേദനയെ നമ്മുടെ ഓൺ കഴിവ് കൊണ്ട് ഇത് നടക്കത്തില്ല. It is not possible with our strength. പക്ഷേ ദൈവം പറയുന്നു, നീ മടങ്ങി വാ. But the Lord says, you return. ഞാൻ നിനക്ക് പൂർണ്ണമായ മോചനം നൽകാമെന്ന്. And I will give you complete deliverance out of this. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. Let us be in the presence of God with prayer now. ദൈവത്തിന്റെ ആത്മാവ് വളരെ കൃത്യമായി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജനത്തെ വിടുവിക്കുമെന്ന്. The Spirit of the Lord has clearly speaking today that I am going to deliver the people who are going to submit. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ദൈവവേദനയെ ശത്രു ആഴക്കടലിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. The devil is preparing for us problems and situations in deep down in the ocean where no one can deliver us. ആഴക്കടലുകളിൽ കാറ്റുകൾ രൂപപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞ് കരയിലേക്ക് അടിച്ചു വന്നാശങ്ങൾ വിതയ്ക്കുന്നത് പോലെ ശത്രു ചില കാറ്റുകളെ ഒരുക്കുന്ന മണ്ഡലങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. The Spirit of the Lord is revealing situations of storms and problems in our lives. ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഏൽപ്പിച്ചു കൊടുത്ത് അകവും പുറകും കഴുകൽ പ്രാപിക്കുവാൻ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. But if we surrender in His midst for a complete sanctification inside and outside, ഇതാ കോട്ടയിലേക്ക് മടങ്ങി വരിക. if we are ready to return to the stronghold, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. I am going to restore double to you. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. Can we pray and can we surrender and ഈ pray? പ്രാർത്ഥന നിർബന്ധം കൊണ്ടുള്ള പ്രാർത്ഥനയല്ല. Let it not be a prayer out of compulsion. ഈ പ്രാർത്ഥന പരപ്രേരണ കൊണ്ടുള്ള പ്രാർത്ഥനയല്ല. Let it not be a prayer out of our human ഈ will. പ്രാർത്ഥന ദൈവാത്മാവ് ആവശ്യപ്പെടുന്നത് ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നാണ്. But the Spirit desires this prayer from the bottom of our ശക്തമായ hearts. തീരുമാനത്തോടെയുള്ള പ്രാർത്ഥന. Let this prayer from a strong decision. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let us pray for some time in the presence of the Lord. നിനക്കവൻ വിജയം തരാൻ താല്പര്യപ്പെടുന്നു. Child of God, the Lord wants to give you victories. അടച്ച വാതിലുകളെ തുറക്കാൻ താല്പര്യപ്പെടുന്നു. The Lord wants to open the doors which the devil കഴിഞ്ഞ has shut. കാലങ്ങളിൽ വെട്ടുക്കിളിയും തുള്ളനും അപകരിച്ചു വെച്ചത് നിനക്ക് മടക്കി തരാൻ അവന് താല്പര്യമുണ്ട്. The Lord wants to restore what the locusts have taken. ശത്രു പിടിച്ചു വെച്ച നന്മകളെ നിനക്ക് മടക്കി തരുവാൻ അവൻ താല്പര്യപ്പെടുന്നു. The Lord wants to restoring the blessings which the devil ശത്രു has പിടിച്ചു taken. വെച്ച നന്മകളെ മടക്കി തരാൻ ദൈവം താല്പര്യപ്പെടുന്നു. The Lord is desiring to return the blessings which the devil has taken. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ദൈവം അവന് ഇരട്ടിയായി പകരം നൽകി. When Job surrendered to the plan of the Lord restored double to him. നിഷ്കളങ്കതയോടെ ഏൽപ്പിച്ചു കൊടുത്ത യോബിനെ മാനിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു നിൽക്കുകയാണ്. The Lord who honored Job is in our midst today. നിഷ്കളങ്കതയോടെ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്ത യോസഫിനെ മാനിച്ചുയർത്തിയ ഇരട്ടിയായി പ്രതിഫലം നൽകിയ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി ഇടപെടുകയാണ്. The Lord who restored Joseph is in our midst to restore all our blessings in our മനസ്സിലെ lives. സകല മാലിന്യങ്ങളെയും കന്മഷത്തെയും നീക്കിത്തരാൻ ദൈവാത്മാവിനോട് കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. Every uncleanness be removed from our mind and heart. എന്റെ ജീവിതത്തിലെ തഴക്കം പിടിച്ചു നിൽക്കുന്ന എന്റെ പാരമ്പര്യങ്ങള്, എന്റെ പ്രാക്ടീസുകൾ, അതിന്മേൽ ഒരു വിടുതൽ തരണമേ എന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us weep and pray for a deliverance from our practices and traditional things which are in our lives. ദൈവസഭ കരയട്ടെ. Let us weep in the presence of the Lord today. ദൈവസഭ കരയട്ടെ. Let us weep before the Lord today. തകർച്ചയോടെ നിലവിളിക്കുന്ന ഒരു വിശുദ്ധ പകലാകട്ടെ. Let this be a day when we weep before the Lord. നിലവിളി നിഷ്ഫലമാകത്തില്ല. Let the weeping not see by the people. നിലവിളി നിഷ്ഫലമാകത്തില്ല. The weeping will not go answered. നിനക്ക് വേണ്ടി അവൻ വഴികളെ തുറക്കും. The Lord will open ways for us. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ദൈവപ്രവൃത്തികൾ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളിലൂടെ ദൈവപ്രവൃത്തികൾ നടക്കുന്നു. ശത്രു പടുത്തുയർത്തിരിക്കുന്ന ജീവിതങ്ങളെ നശിപ്പിക്കുവാൻ പടുത്തുയർത്തിയ കോട്ടകള് യേശുവിൻ നാമത്തില് വെളിപ്പെടുന്ന അഗ്നിയില് അത് ഉരുകി സാരമാകുന്നു. സമ്പൂർണമായ ഉദ്ധാരണം, സമ്പൂർണമായ ഉദ്ധാരണം. Complete restoration.
പ്രവർത്തിക്കുന്നു, ദൈവാത്മാവ് ഇടപെടുന്നു. ബാല്യത്തിലെ പാപങ്ങൾ, ശാപകാരണമായി ഉയർന്നു വന്നിരിക്കുന്ന പാപബന്ധനങ്ങളുടെ കെട്ടുകൾ ഈ പകൽ ആത്മാവ് അഴിക്കുന്നു. ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇടപെടുകയാണ്. ഓ ലേബേഖനെ ശരാ ധിരാ ധിരാ ലബറാ ജഗനാ ധിരാ ധിരാ. കർത്താവേ, അങ്ങയുടെ രക്തത്തിന് സ്തോത്രം, അങ്ങയുടെ രക്തത്തിന്, ഓ അങ്ങയുടെ രക്തത്തിന് എല്ലാ കൃത്യങ്ങളെയും മായ്ച്ചു കളയുവാൻ ശക്തിയുണ്ടല്ലോ. ഞങ്ങളുടെ അഭിനയങ്ങൾ, ഞങ്ങളുടെ പ്രിട്ടൻഷൻസ്, ഓ ഞങ്ങളുടെ ഹാബിറ്റ്സ് ദൈവിക അഗ്നിയിൽ അവ ഉരുകുന്നു. കുടുംബങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ, കുടുംബങ്ങളുടെ അടിത്തറ ഇളക്കുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികൾ ഈ പകല് ദൈവമേ നിന്റെ പ്രാർത്ഥനയില്, നിന്റെ സമർപ്പണത്തില് ദൈവമതിന്മേൽ ഇടപെടുകയാണ്. യേശുവിൻ നാമത്തിൽ അവൻ കരുണയോടെ നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. ഓ രേബല റഖാദര ഖഡർബല ധിവാല ശൈന ധാര വേര ധിവ ദുദ ഖൽബര ധിവാല വശൈനലാദര ഓറബലബർ ഖൽബര ശമനഗദഗദല. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. കുൽബര ലബലവക്ഷ ആലലിനെ ഏറ്റുപറച്ചിലൂടെ ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ ഇതിൽ നിന്ന് അഴിയുകയാണ്. ഓ രേഖേ ശൈദേ കൽവാരേ കന്മധാരേ ഓ റിബാബാര ബാല ഖരാധാര ഹർവജാലക രഗദൽ ഖടഗരഗസ്യ ഓഷ്യാറബലക രഗസിഖർദലാദിയ. ചില കൂട്ടുകെട്ടുകളിലൂടെ ശത്രുവിനെ അപായപ്പെടുത്തുവാൻ നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവശത്തിന്റെ അംശങ്ങള് ഈ പകല് സ്വർഗം അതിന്റെ പവറിനെ ഡിഫ്യൂസ് ചെയ്യുന്നു. അതിന്റെ ശക്തിയെ അഴിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. ഓ സ്ട്രോങ് ഹോൾഡുകൾ തകരട്ടെ, സ്ട്രോങ് ഹോൾഡുകൾ തകരട്ടെ, സ്ട്രോങ് ഹോൾഡുകൾ തകരട്ടെ. യേശുവിൻ നാമത്തിൽ തകരട്ടെ. കർത്താവ് ഇടപെടുന്നു, പലരോടും ഇടപെടുന്നു, പലരോടും സംസാരിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ശത്രു പടുത്തുയർത്തിയ കോട്ടകൾ തകരട്ടെ, 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 തകരട്ടെ. ശത്രു ഉയർത്തിയ കോട്ടകൾ തകരട്ടെ. യേശുവിൻ നാമത്തിൽ തകരട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉഡബാല റഖബാല റൈഡബാല റബ്ബബാല റഖബാല അർഥബാല അർഥബാല ഐഡബാല. മറഞ്ഞിരുന്ന് പോരാടുന്ന പോരാട്ട ശക്തികൾ യേശുവിൻ നാമത്തിൽ കീഴടങ്ങട്ടെ. ഓറബാബ റഖൽബാറ ശംഭരാജ റൈസാമാന ഖർമാന രാസ്യാല. ഷാബൽ റബൽ 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 ഖമാന വക്ഷസ്യ. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. Almighty God, we praise you. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി ഇറങ്ങി വന്നതിനായി സ്തോത്രം. Thank you, Lord, for coming down in our midst today. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. Thank you for loving us, Lord.
അങ്ങ് ഞങ്ങളെ കരുണയോടെ കാണുന്നതിനായി സ്തോത്രം. Thank you for looking upon us in mercy. ഓ ഞങ്ങളെ പുനരുദ്ധരിക്കുവാൻ നീ താല്പര്യപ്പെടുന്നതിനായി സ്തോത്രം. Thank you for the desire you want to restore us, Lord. ഞങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ അങ്ങ് താല്പര്യപ്പെടുന്നതിനായി സ്തോത്രം. Thank you for your willingness to change our situations, Lord. വെട്ടുക്കിളിയും തുള്ളനും നശിപ്പിച്ചത് മടക്കി തരുവാൻ താല്പര്യപ്പെടുന്നതിനായി സ്തോത്രം. Thank you for restoring us the things which were taken by the locusts. ശത്രുമണ്ഡലങ്ങൾ തടഞ്ഞു വെച്ചത് മടക്കി നൽകുവാൻ താല്പര്യപ്പെടുന്നതിനായി സ്തോത്രം. Thank you, Lord, for restoring what the devil has stopped for us, Lord. കർത്താവേ, നീ ഞങ്ങളുടെ ശക്തി ദുർഗമാണ്. Lord, you are the strength and our stronghold. നീ ഞങ്ങളുടെ കോട്ടയാണ്. You are our stronghold. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നീ ഞങ്ങളുടെ ഉറപ്പുള്ള ഗോപുരമാണ്. As the psalmist says, you are our refuge and our fortress. ഞങ്ങളുടെ ജീവിതത്തെ വേട്ടയാടി The things which torment us, ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മകളെ അപഹരിക്കുവാൻ, the things which take away our blessings from our വിടുതലിനെ life, അപഹരിക്കുവാൻ, which take away our healing, ദൈവിക വിടുതൽ സൗഖ്യങ്ങളെ ഇല്ലാതാക്കുവാൻ, which takes away thy deliverance and healings from our life, മുന്നേറ്റങ്ങളെ തടയുവാൻ, that takes away our progress, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന the things which are tormenting us in this world, സകല ശക്തികളെയും all the forces, സ്വർഗം തകർക്കുന്നതിനായി സ്തോത്രം. all the forces the heaven has broken. Therefore we thank you, ഞങ്ങൾ Lord. അങ്ങയുടെ മുൻപിൽ താഴ്ത്തുന്നു. Lord, we surrender and humble ourselves before you, ഞങ്ങളെ Lord. പൂർണ്ണമായി ദൈവമുൻപാകെ താഴ്ത്തുന്നു. We completely submit in the sight of the Lord. ഓ സൗമ്യതയോടെ നടക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We surrender to walk with humbleness and meekness, Lord. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ഏൽപ്പിക്കുന്നു. We surrender to do the will of the Lord, ഡ്യുവൽ ഫേസ് അല്ല, not with a dual face, വാക്കും പ്രവൃത്തിയും ഒരുപോലെ നയിപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. but our word and action in the same way. We surrender for എല്ലാ that. പ്രിട്ടൻഷനും അഭിനയങ്ങളും പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കതയോടെ നിൽക്കുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. Every pretensions and deceptions, actings, we removed and we surrender for that, Lord. വിശുദ്ധിയോടെ നിൽപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We surrender to live a life of holiness. നിർമ്മലതയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We surrender to live a life of blamelessness. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടാത്ത, അങ്ങയുടെ സാന്നിധ്യം പ്രവഹിക്കാത്ത ഒരു മേഖലയും ഇനി ഉണ്ടാകരുത്. Lord, we do not want anything in our lives where your presence does not influence, Lord. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. Every uncleanness we turn to ashes. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. Every uncleanness we burned into ashes. വിളങ്ങിയ മുത്തായി തീരട്ടെ. Help us to be pure ഓ like a pearl. വിളങ്ങിയ മുത്തായി തീരട്ടെ. Pure like a ഓ pearl. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. Every uncleanness we made to ashes. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. Every uncleanness we burned to എല്ലാ ashes, Lord. തിന്മയുടെ ശക്തികളും തകർന്നു പോകട്ടെ. Every evil forces be broken from our lives, Lord. കർത്താവേ, നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. We praise you, therefore you are doing it, Lord Jesus. വലിയൊരു അവസരം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. We thank you for this blessed opportunity, Lord. ഞങ്ങളുടെ ഉള്ളങ്ങളെ കണ്ട് നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ മടുവിലേക്ക് ഇറങ്ങി വന്നതിനായി നന്ദി. You have seen our inward parts and come to our midst to love us, therefore we അത്ഭുതാവഹമായ thank you. ചില വിടുതലുകൾ കർത്താവിന് കൽപ്പിച്ചതിനായി സ്തോത്രം. Thank you for commanding some great deliverances in our midst, Lord. ലോകം എങ്ങനെ പോയാലും, Howsoever the world may progress, ലോകം എങ്ങനെ ചിന്തിച്ചാലും, howsoever the world may think, ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കും. but we will stand for you, Lord. ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കും. We will stand for you. ഞങ്ങൾ നിന്റെ വചനത്തിൽ നിൽക്കും. We will stand in your word. ഓ ഞങ്ങൾ നിന്നെ സേവിക്കും. We will serve you. ഞങ്ങൾ നിനക്കൊരു വിശുദ്ധ ജനമായി നിൽക്കും. We will be a holy nation, people for അങ്ങയുടെ you. വാഗ്ദത്തം പോലെ Let it happen as per your അങ്ങ് promises. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഇരട്ടിയായി നീ പകരം നൽകും. As you promised, Lord, come into our lives and restore us in a double portion, Lord. സ്വർഗ്ഗത്തിലെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. Thank you, Lord, for doing it in our midst, Lord. കർത്താവേ, നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Lord, we bless your people in your name today. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. In your name we bless them and pray. വളരട്ടെ, Let them grow. അവർ വർദ്ധിച്ചു വരട്ടെ. Help us to progress and grow. ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. Help us to be honored by the Lord. ദൈവത്താൽ ഉപയോഗിക്കപ്പെടട്ടെ. Help us to be used by you, Lord. നമ്മിലുള്ള വാഗ്ദത്തങ്ങളെല്ലാം നിറവേറട്ടെ. And all the promises you have done for us, let it be fulfilled, Lord. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. Thank you, Lord, for your doing it in our midst, Lord. ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. We bless the people in your name, Jesus. മഹത്വം അങ്ങേക്ക്. All glory to you, Lord. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name, amen. കർത്താവിന് സ്തോത്രം ചെയ്യാൻ നമുക്ക്
Hallelujah.